റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബ് മാസം നമ്മോട് യാത്ര ചോദിക്കുവാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ധന്യമാക്കാൻ, ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചൊല്ലുവാൻ, തൗബ ചെയ്ത് പടച്ചറമ്പിലേക്ക് മടങ്ങാൻ പറ്റിയ മാസം കൂടിയാണ് റജബ്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു ഒരു കവിതയിലൂടെ, ഒരു പദ്യത്തിലൂടെ നമ്മെ കേൾപ്പിക്കുകയാണ്. بيض صحيفتك السوداء في رجب بصالح العمل المنجي من اللهب شهر حرام أتى من شهور الحرم إذا دعا الله داء فيه لم يخيب طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. മഹാനവറുകളെ പറയുകയാണ്, തെറ്റുകുറ്റങ്ങളെ ചെയ്ത് കറുത്തുപോയ നിന്റെ ഏടുകളെ നീ ഒളിപ്പിച്ചോ. തെറ്റുകൾ ചെയ്ത് കറുത്തുപോയിരിക്കുന്ന നമ്മുടെ ഏടുകൾ ഒളിപ്പിക്കാൻ പറ്റിയ മാസം റജബാണ്. എന്തുകൊണ്ടാണ് ഒളിപ്പിക്കേണ്ടത്? ബിസ്വാലിഹിൽ അമലി, നന്മകൾ അധികരിപ്പിക്കൽ കൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് ഒളിപ്പിക്കേണ്ടത്. എന്നാലോ അത് നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നതാണ്. റജബ് മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നരകമോചനം ലഭിക്കുമെന്നാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, റജബ് മാസത്തിൻ്റെ അവസാനത്തെ 10 നാം ഉള്ളത്. ഈ അവസാനത്തെ 10 ചൊല്ലേണ്ട ഒരു ദിക്ർ സുബ്ഹാനല്ലാഹിർ റഊഫ് 100 വട്ടം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയാണ്. അൽ ഫവായിദുൽ ഇലാഹിയ എന്ന കിതാബ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ 10 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 100 പ്രാവശ്യം എല്ലാ ദിവസവും. രണ്ടാമത്തെ 10 സുബ്ഹാനൽ അഹദിസ് സമദ് 100 പ്രാവശ്യം എല്ലാ ദിവസവും. മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹിർ റഊഫ് 100 പ്രാവശ്യം എല്ലാ ദിവസവും. മുഅ്മിനീങ്ങളെ, ഏകദേശം ഒരു 7-8 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ മുന്നിൽ. ഇൻഷാ അല്ലാഹ് ഓസികൾക്ക് നാളുകൾ ഇന്ന് മുതൽ റജബ് കഴിയുന്നത് വരെ സുബ്ഹാനല്ലാഹി റഊഫ് എന്നുള്ള ദിക്ർ ഓരോ ദിവസവും 100 വട്ടം ചൊല്ലാൻ മറക്കരുതേ എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഒരുപാട് ശ്രദ്ധകൾ നിറഞ്ഞു നിൽക്കുന്ന ദിക്റുകളാണ് അൽ ഫവായിദുൽ ഇലാഹി എന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പരിശുദ്ധ റജബ് നമുക്ക് നാളെ ആഖിറത്തിൽ ഗുണകരമായി നിനക്ക് സാക്ഷി നിൽക്കപ്പെടുന്നവരിൽ റജബിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും, പ്രത്യേകിച്ച് മരിച്ചുപോയ എൻ്റെ ഉമ്മടക്കം, എൻ്റെ ഉസ്താദടക്കം നമ്മിൽ മരിച്ച എല്ലാവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ചെയ്തു എല്ലാവിധ ദോഷങ്ങളും അല്ലാഹു മാപ്പ് നൽകി അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ ലഖാ കാണുന്നവരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.